ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം കേരള ഗവർണറായ രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ നിരന്തരം പ്രതികരിച്ച സംസ്ഥാനം കണ്ട ഏറ്റവും ശക്തനായ ഗവർണർക്ക് ശേഷമാണ് പുതിയ ഗവർണറുടെ വരവ്. ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെ പുതിയ ഗവർണറുടെ വരവ് നിർണായകമാണ്. സംസ്ഥാനത്ത് നിന്ന് സ്ഥലം മാറിപ്പോകുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് ശേഷം പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പുതുവർഷത്തിൽ കേരളത്തിലെത്തും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് പകരം പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-നാണ് ചുമതലയേൽക്കുന്നത്. പുതുവത്സര ദിനത്തിൽ കേരളത്തിലേക്ക് ഇദ്ദേഹം എത്തും. ഇതേ ദിവസം തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ കൊച്ചിയിൽ നിന്ന് ബീഹാറിലേക്ക് തിരിക്കും. ജനുവരി 2-നാണ് ബീഹാറിൽ ചുമതല ഏറ്റെടുക്കുന്നത്. ഗവർണർ സർക്കാർ പോര് തുടരുന്നതിനിടെയാണ് പുതിയ ഗവർണർ രാജ്ഭവനിലേക്ക് എത്തുന്നത്. നിലവിൽ സർക്കാരുമായുള്ള തർക്കങ്ങളുടെ ഭാവിയും പുതിയ ഗവർണറുടെ വരവോടെ നിർണായകമാണ്. സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിലും നീതി നിഷേധങ്ങൾക്കുമെതിരെ പുതിയ ഗവർണർ തുടരുന്ന നിലപാട് നിർണായകമാണ്. 5 വർഷവും 4 മാസവും നീണ്ട കേരള ഗവർണർ പദവിയിൽ നിന്നും ആരിഫ് മുഹമ്മദ് ഖാൻ പടിയിറങ്ങുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ സംഭവബഹുലമായ ഒരു ഏടിനു കൂടിയാണ് അവസാനമാകുന്നത്. ഗവർണർ റബ്ബർ സ്റ്റാമ്പ് അല്ലെന്ന് തെളിയിച്ച് സർക്കാരുമായി നിരന്തരം കലഹിച്ച വർഷങ്ങളാണ് കടന്നുപോയത്. സർക്കാരിന്റെ സ്വജനപക്ഷപാത നിലപാടുകളെ ചോദ്യം ചെയ്തായിരുന്നു പരസ്യയുദ്ധത്തിന്റെ തുടക്കം. അത് പിന്നീട് സർക്കാരിനെതിരെ തുറന്ന യുദ്ധമായി. നീതി നിഷേധിക്കപ്പെട്ടവർക്കായി രാജ്ഭവനിൽ ഗവർണർ നിലകൊണ്ടു. പുതിയ ഗവർണറുടെ നിലപാടും നിർണായകമാകും. ജനം, തിരുവനന്തപുരം.